ഹലോ, ഇന്ന് മുടികളുടെ കാര്യം. മുടിയാണ് നമുക്ക് ടാർഗറ്റ്. നമ്മളെ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ മുടി വെളുത്തിട്ടുണ്ടെങ്കിൽ ഉടൻ അത് കറുപ്പിക്കുക. ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. മുടികൾ വെളുത്തിട്ടുണ്ടെങ്കിൽ അത് കറുപ്പിക്കുക. മറ്റുള്ള ഒരു രാജ്യത്തും ഇല്ല. ഇപ്പം പിന്നെ യൂറോപ്യൻ രാജ്യത്ത് ചെറുപ്പത്തിലെ തന്നെ വെള്ള മുടിയായിട്ടാണ് ജനിക്കുന്നത്, വെളുത്ത മുടിയായിട്ടാണ് ജനിക്കുന്നത്. അവർക്കൊരു കുഴപ്പമില്ല, നല്ല സൗന്ദര്യമുണ്ട്, ഭംഗിയുണ്ട്. നമ്മളെ ഇന്ത്യക്കാർക്ക് മാത്രമേ ഉള്ളൂ അവരെ കറുപ്പിക്കുക ലക്ഷ്യം. കറുപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഏതാന്നോട്ടെ പെണ്ണുങ്ങൾ നമ്മളടുത്ത് അടുക്കുമെന്നാണ്. ആരോഗ്യമില്ലെങ്കിൽ എന്തിനാ കറുപ്പിക്കണേ? നടുവിൽ ആരോഗ്യം വേണം, പല സ്ഥലത്തും ആരോഗ്യം വേണം. പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്. പിന്നെ മുടി കറുപ്പിക്കുന്നതിൻ്റെ ദൂഷ്യം ഞാൻ പറഞ്ഞുതരാം. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? മുടി കറുപ്പിക്കുന്നതിൻ്റെ ദൂഷ്യം. ഈ വണ്ടീൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അത് താഴെക്കൂടി റോഡാണ് കേട്ടോ. ഞങ്ങളിവിടെ വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഉള്ളതാ. ഈ യൂട്യൂബുകാർ ശ്രദ്ധിക്കുക. അപ്പോൾ സൗണ്ടിന് കുറേ ഉണ്ടാവില്ല. ഈ വാഹനത്തിന് സൗണ്ട് കേൾക്കും. എൻ്റെ വീട്ടിൽ താഴെക്കൂടി റോഡാ, മെയിൻ റോഡാ. ഈ മുടി കറുപ്പിക്കുന്നതിൻ്റെ ദൂഷ്യം പറഞ്ഞുതരാം. ഇതിൻ്റെ കെമിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സൈസ് കെമിക്കലാണ്. കാരണം നമ്മളെ ഈ പേപ്പറിലെ പേപ്പറിൻ്റെ എഴുത്തിൽ കറുത്ത അക്ഷരം, അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിങ്കല്ല, അതൊരു വിഷമാണ്. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? ഈ വിഷമുള്ള സാധനമാണ് നമ്മളെ തലയിലേക്ക് അടിക്കുന്നത്. ഈ പേപ്പറിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് വെള്ളം വീണാലും മാഞ്ഞു പോവില്ല എന്ന് പറയാം. നമ്മളെ തലയിലെ മുടിയിലെ അത് വെള്ളം വീണാൽ ഇത് മാഞ്ഞു പോവില്ല. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ താടി കറുപ്പിക്കും, തലമുടി കറുപ്പിക്കും, മീശ കറുപ്പിക്കും. ഇതിൻ്റെ ദൂഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ തലച്ചോറിലേക്ക് ഇത് ബാധിക്കുന്നുണ്ട്. വേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വിഷം തലച്ചോറിലേക്കാണ് ബാധിക്കുന്നത്. നമ്മളെ മുടി ഞാറിൻ്റെ ഇടയ്ക്ക് കൂടി ഒരു സൈസ് ചെറിയ ഓട്ടകളുണ്ട്, ലീക്കുണ്ട്. ഇതൊരു ചെറിയ അതാ നമുക്ക് പുറത്തുള്ള അണുക്കൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചൊറിച്ചിൽ അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചൊറിച്ചിലും തരട്ടെ. പുറത്തുള്ള അണുക്കൾ കയറിയിട്ടുണ്ടുള്ള സൂചനയാണ്. നമ്മളെ ശരീരം എന്തിനാ ചൊറിയുന്നത്? പുറത്തുനിന്നുള്ള അണുക്കൾ നമ്മളെ ശരീരത്തിൽ വന്നിട്ടുണ്ട്. അതപ്പോൾ ചൊറിയുമ്പോഴത്തേക്കും ആ അണുക്കൾ നശിച്ചു പോകും. അതിന് വേണ്ടിയിട്ടാണ് ഈ ചൊറിയുന്നത്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ഈ മുടിയൊക്കെ കറുപ്പിച്ച് സുന്ദരമായിട്ട് നടക്കും. കണ്ണിൻ്റെ കാഴ്ച പോവും, തലച്ചോറിൻ്റെ ഇത് പോവും, ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കും. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? പണ്ടത്തെ കാരണവന്മാർക്ക്, പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ നിന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫാദറിനൊക്കെ 90 വയസ്സിൽ പേപ്പർ വായിക്കുമായിരുന്നു. പുള്ളി 95-100 വയസ്സിലാണ് മരിച്ചത്. 95 വയസ്സിലാണ്. പക്ഷേ 90 വയസ്സിലും എൻ്റെ ഫാദർ പേപ്പർ വായിക്കുമായിരുന്നു. അന്നത്തെ കാരണവന്മാർ പേപ്പർ വായിക്കുമായിരുന്നു. അത് 4ാം ക്ലാസ്സാണ്. കാരണം എന്താണ്? നമ്മൾ വിഷമുള്ള ഒരു സാധനവും നമ്മൾ ഉപയോഗിക്കുന്നില്ല. അന്ന് മുടി കറുപ്പിക്കുന്നില്ല. ആപ്പട കിട്ടുന്ന ഒരു ചന്ദ്രിയ സോപ്പ്, ലൈബോയ് സോപ്പ്, വേറെ ബ്യൂട്ടി പാർലറൊന്നും ഇല്ല. എൻ്റെ ഫാദറിൻ്റെ ബേബി സോപ്പാണ് ചന്ദ്രിക. ചന്ദ്രിക എന്ന് പറഞ്ഞാൽ നല്ല സോപ്പായിരുന്നു. ചന്ദ്രിക സോപ്പിൽ ചന്ദ്രിക സോപ്പ് തേക്കുന്ന മുമ്പ് ഒരു സാധനം തേച്ചിട്ട് ദേഹത്ത് തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ദേഹത്തെ ചുണങ്ങൾ കിണങ്ങളൊക്കെ മാറുമായിരുന്നു. ഇപ്പം കുറേ പെണ്ണുങ്ങൾ വന്ന് കുളിക്കാൻ വന്നപ്പം
ആ ചന്ദ്രിക സോപ്പ് ഡ്യൂപ്ലിക്കേറ്റായി. നല്ല ചന്ദ്രിക സോപ്പിനെ പോലെ നല്ല സോപ്പ് വേറെ ഒന്നല്ല. അത് പിയേഴ്സ്, ചന്ദ്രിക, ലൈബോയ്, ഇതൊക്കെ നല്ല സോപ്പുകളായിരുന്നു. നമ്മളെ കണ്ണിന് കേടുമില്ല. ഇന്നത്തെ സോപ്പ് നമ്മളെ കണ്ണിൽ വീണിട്ടുണ്ടെങ്കിൽ നമ്മളെ കണ്ണ് കേടായി പോവാണ്. ഇന്നത്തെ സോപ്പുകൾ, ചന്ദ്രിക സോപ്പ് അത് തന്നെ. മുഖത്ത് ഒരുപാട് തേക്കല്ലേ, നമ്മളെ കണ്ണിന് ദൂഷ്യമാണ്. പണ്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണിൽ വീണാലും കുഴപ്പമില്ല, എരിയിലായിരുന്നു. ഇപ്പം എരിച്ചിലാണ്. കാരണം പറഞ്ഞല്ല, ഇപ്പം കുറേ പെണ്ണുങ്ങൾ കുളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് സോപ്പിൻ്റെ പരസ്യത്തിൽ. ഇവർക്ക് കാശ് കൊടുക്കണ്ടേ, അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റായി. സോപ്പുകളെല്ലാം ഡ്യൂപ്ലിക്കേറ്റായി. പിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ദിവസം മണം നിൽക്കുമായിരുന്നു. അതും അന്ന് അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ എന്ന് പറഞ്ഞ മെമ്പർമാർക്കൊക്കെ ഉണ്ടാവുള്ളൂ. അന്ന് 50 പൈസയാണ് പിയേഴ്സിന്, അന്ന് 50 പൈസയാണ്. ചന്ദ്രയ്ക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 പൈസ, ലൈബായിക്ക് 10 പൈസ. ഒന്ന് മനസ്സിലാവുന്നുണ്ടോ? ബാർ സോപ്പിട്ടാണ് കുളിക്കുന്നത്. ബാർ സോപ്പും കുഴപ്പമില്ലായിരുന്നു. ഇന്ന് നമ്മൾ ആ സാധനം ഈ സാധനം വാങ്ങിച്ചിട്ട് മുഖത്ത് തേക്കുക. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും അവിടെ കറുപ്പ്, ഇവിടെ കറുപ്പ്. ഇത് തേച്ചില്ലെങ്കിലോ ഈ കമ്പനീൻ്റെ അഡിക്റ്റായി പോവാണ്. എന്ന് പറഞ്ഞാൽ ഈ തലമുടീൻ്റെ അഡിക്റ്റായി പോവുക. കാരണം ഇത് അടിയിൽ നിന്ന് വെളുത്ത് വരുവാണ്. ഈ മുടീൻ്റെ അടിയിൽ നിന്ന് വെളുത്ത് വരും. ഞാൻ തോന്നുന്നുണ്ടോ? നമ്മളായിരിക്കും കേട്ടോ ഇത് കറുപ്പിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ നോക്കും, ആന ചേന. അവർക്ക് ഒറ്റ നോട്ടത്തിൽ അറിയാം ഇത് കറുപ്പിച്ചാന്ന്. വെളുത്ത മുടിയായിട്ട് നടന്നു നോക്കിയാൽ ഒരു കുഴപ്പമില്ല. നമുക്ക് ഡോക്ടർമാർക്ക് പൈസ കൊണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിക്കുന്ന പോലെയാണ്. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിക്കുന്ന പോലെയാണ്. നമ്മളെന്തിനാ മുടി നരപ്പിക്കുന്നത്? ഒരാവശ്യമില്ല. നമ്മൾ നാച്ചുറലായിട്ട് നടക്കുക. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് കുളിക്കൂല, നനയ്ക്കൂല, കുറച്ച് അത്തരന്മാർ തേച്ചിട്ട് അങ്ങ് പോവും. കാരണം നമ്മളെ ഇന്നത്തെ കാലാവസ്ഥ എങ്ങനെയാണ്. അപ്പം ഏതൊരു കാരണവശാലും മുടി കറുപ്പിക്കാതെ നോക്ക്. കാരണം മുടി കറുപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ദൂഷ്യമേ ഉള്ളൂ. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? 4 ദിവസം ആശുപത്രി കിടന്നാൽ നമ്മൾ നാണം കെട്ടുപോകും. ഒരു 7-8 ദിവസം നമ്മൾ ആശുപത്രി കിടന്നാൽ നമ്മൾ നാണം കെട്ടുപോകും. അതാണ് മുടി കറുപ്പിക്കുന്നതിൻ്റെ ദൂഷ്യം. പിന്നെ നമുക്ക് നരമ്പുകൾക്കൊക്കെ കേടാണ്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അപ്പം സൂക്ഷിക്കുക. ഒരുപാട് സൗന്ദര്യം നോക്കരുത്, ആരോഗ്യം നഷ്ടപ്പെട്ടു പോകും. ഞാനിതുവരെയും കറുപ്പിച്ചിട്ടില്ല, എനിക്ക് കറുപ്പിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അടുത്ത വീഡിയോ കാണാം. നെക്സ്റ്റ്.